നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനായി അന്താരാഷ്ട്ര കൃഷ്ണഭക്തി പ്രസ്ഥാനമായ ഇസ്കോണുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാനുള്ള ബംഗാൾ സർക്കാരിൻ്റെ തീരുമാനം കുട്ടികളുടെ ആരോഗ്യ പോഷകാഹാര രംഗത്ത് വലിയൊരു വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. ധനമന്ത്രി സ്വപൻ ദാസ് ഗുപ്ത തൻ്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ച ഈ പദ്ധതി കുട്ടികൾക്ക് ഏറ്റവും മികച്ചതും ശുദ്ധവുമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പുതിയ തീരുമാനം ചെറിയ രീതിയിലുള്ള സാംസ്കാരിക സംവാദങ്ങൾക്ക് വഴി തുറന്നു എങ്കിലും ഒരു മികച്ച ജനക്ഷേമ പദ്ധതി എന്ന നിലയിൽ ഇതിൻ്റെ ഗുണപരമായ വശങ്ങളെയും കുട്ടികളുടെ ആരോഗ്യ സുരക്ഷിതത്വത്തെയും മുൻനിർത്തി വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ നീക്കത്തെ അതീവ പ്രതീക്ഷയോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇതിനകം തന്നെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് തങ്ങളുടെ ജീവകാരുണ്യ വിഭാഗമായ അന്നാമൃത ഫൗണ്ടേഷൻ വഴി ഇസ്കോൺ മികച്ച രീതിയിൽ ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ 21 നഗരങ്ങളിലായി പരന്നു കിടക്കുന്ന ഇവരുടെ വിതരണ ശൃംഖല അങ്ങേയറ്റം സുതാര്യവും കാര്യക്ഷമവുമാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ അടുക്കളകളും കർശനമായ ശുചിത്വ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഈ ഭക്ഷണം വിതരണഘട്ടത്തിൽ ഒട്ടും ചോർച്ചയില്ലാതെയും കേടുപാടുകൾ കൂടാതെയും കുട്ടികളിലേക്ക് നേരിട്ട് എത്തിക്കാൻ ഇസ്കോണിന് സാധിക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ മാത്രം കഴിഞ്ഞ 10 വർഷമായി 17,000-ഓളം കുട്ടികൾക്ക് ഇവർ വിജയകരമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നു എന്ന ദീർഘകാല അനുഭവം ഈ പുതിയ വലിയ ദൗത്യം കൂടുതൽ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ അവർക്ക് വലിയ കരുത്താകും. ബംഗാളിലെ പരമ്പരാഗതമായ ഭക്ഷണ രീതികളുമായി സസ്യാഹാരത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന വാദങ്ങൾ തെറ്റാണെന്ന് ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. ബംഗാളിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഗൗഡിയ വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ സ്ഥാപകനായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു ബംഗാളിയായിരുന്നു. അതുകൊണ്ട് തന്നെ സസ്യാഹാരം എന്നത് ബംഗാളിൻ്റെ തനത് സംസ്കാരത്തിന് ഒട്ടും അപരിചിതമായ ഒന്നല്ല. കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീനുകളും മറ്റ് വിറ്റാമിനുകളും പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന രീതിയിലാണ് ഇസ്കോണിൻ്റെ പോഷകാഹാര വിദഗ്ധർ ഈ ഉച്ചഭക്ഷണ മെനു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഏറെ സഹായകരമാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ബംഗാൾ സർക്കാരിൻ്റെ ബജറ്റിന് വലിയൊരു ആശ്വാസമാണ് ഈ പുതിയ പങ്കാളിത്തം നൽകുന്നത്. ഈ പദ്ധതിയുടെ വലിയൊരു പങ്ക് ചിലവും വഹിക്കുന്നത് ഇസ്കോണിൻ്റെ അന്താരാഷ്ട്ര ദാതാക്കളാണ് എന്നതിനാൽ സർക്കാരിന് വളരെ കുറഞ്ഞ തുക മാത്രമേ ഇതിനായി മാറ്റിവെക്കേണ്ടി വരുന്നുള്ളൂ. പൊതുപണം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും മികച്ചതും ഗുണനിലവാരമുള്ളതുമായ സൗകര്യമൊരുക്കുവാൻ സർക്കാരിന് ഇതിലൂടെ സാധിക്കുന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയതുപോലെ ഇതൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് നടപ്പിലാക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഗുണനിലവാരം പൂർണ്ണമായും ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒന്നാണ്. തികച്ചും മതനിരപേക്ഷമായ രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതിനാൽ ഇവിടെ കുട്ടികളുടെ മേൽ യാതൊരുവിധ മതപരമായ ചടങ്ങുകളോ പ്രാർത്ഥനകളോ അടിച്ചേൽപ്പിക്കുന്നില്ല. നിലവിൽ സ്കൂളുകളിൽ നേരിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കേന്ദ്രീകൃതമായൊരു പുതിയ വിതരണ സംവിധാനം വഴി സാധിക്കും. നിലവിൽ സ്കൂളുകളിൽ നേരിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കേന്ദ്രീകൃതമായ ഈ പുതിയ വിതരണ സംവിധാനം വഴി സാധിക്കും. ഒരു പുതിയ ഭരണപരമായ മാറ്റം വരുമ്പോൾ ചില പ്രായോഗികമായ ആശയക്കുഴപ്പങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും കുട്ടികളുടെ ഉന്നമനവും ആരോഗ്യവും മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം സംരംഭങ്ങൾ ഭാവിയിൽ കൂടുതൽ വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകും. സർക്കാർ സംവിധാനങ്ങളും ഇസ്കോൺ പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ പരിചയസമ്പന്നരായ സംഘടനകളും കൈകോർക്കുമ്പോൾ അത് ബംഗാളിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയൊരു ആഗോള മാതൃകയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയുള്ള PM പോഷൺ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രതിദിനം ഈ സംവിധാനത്തിലൂടെ ഉച്ചഭക്ഷണം ലഭ്യമാക്കുകയും ചെയ്തു. എങ്കിലും ഭരണപരമായ വീഴ്ചകളും തുടർച്ചയായി ഉയർന്നു വന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും ഈ പദ്ധതിയുടെ സുതാര്യതയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയുണ്ടായി. മമതാ ബാനർജി സർക്കാരിൻ്റെ കാലത്തെ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകെട്ട ഏറ്റവും വലിയ വിവാദം കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും കേന്ദ്ര ഫണ്ട് വകമാറ്റലുമായിരുന്നു. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക മമതാ ബാനർജിയുടെ സർക്കാർ മറ്റ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും തദ്ദേശീയമായ ധനസഹായ വിതരണങ്ങൾക്കുമായി വകമാറ്റി ചെലവഴിച്ചു എന്ന് പ്രതിപക്ഷ കക്ഷികൾ അന്ന് ശക്തമായ തെളിവുകളോടെ ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തുണ്ടായ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഈ ഫണ്ട് ഉപയോഗിച്ചതായി കണ്ടെത്തിയത് വലിയ നിയമപോരാട്ടങ്ങൾക്കാണ് അന്ന് വഴി തുറന്നത്.
ഈ വിഷയത്തിൽ പരാതികൾ വ്യാപകമായതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുകയും വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് തങ്ങളുടെ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. സാമ്പത്തിക അഴിമതികൾക്ക് പുറമെ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരമില്ലായ്മയും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചകളും മമതാ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു പ്രധാന ഘടകമായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ചത്ത പാമ്പ്, പല്ലി, എലി, തവള എന്നിവയെ കണ്ടെത്തിയ സംഭവം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറി. ഇത്തരത്തിൽ മലിനമായ ഭക്ഷണം കഴിച്ച് നൂറുകണക്കിന് കുട്ടികൾക്ക് ഒരേ സമയം ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും അവരെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്തു. ഇത് രക്ഷകർത്താക്കൾക്കിടയിൽ കടുത്ത ആശങ്കയും ജനരോഷവും സൃഷ്ടിച്ചു. തങ്ങളുടെ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഇത്തരം അനാസ്ഥകൾ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായ വലിയ നിസ്സംഗതയുടെയും തെളിവായി പൊതുസമൂഹം വിലയിരുത്തി. ഇതിനൊപ്പം തന്നെ വ്യാജ വിദ്യാർത്ഥികളുടെ കണക്കുകൾ കാണിച്ച് വൻതോതിൽ റേഷനും പണവും തട്ടിയെടുക്കുന്ന ഗോസ്റ്റ് സ്റ്റുഡൻസ് പ്രതിഭാസവും കേന്ദ്ര അന്വേഷണ സംഘം ബംഗാളിൽ കണ്ടെത്തുകയുണ്ടായി. സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതൽ തുക ക്ലെയിം ചെയ്ത് ഫണ്ട് തട്ടിയെടുക്കുന്ന മാഫിയ ശൃംഖല പലയിടത്തും സജീവവുമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരിയും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള കരാറുകൾ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ അടുത്ത അനുയായികൾക്കും വഴിവിട്ട് നൽകിയതായും ഇതിലൂടെ വൻതോതിൽ കമ്മീഷൻ കൈപ്പറ്റിയതായും ആക്ഷേപങ്ങൾ ഉയർന്നു. യഥാർത്ഥത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കേണ്ട പോഷകാഹാരത്തിൻ്റെ അളവിലും ഗുണത്തിലും കുറവ് വരുത്തിക്കൊണ്ട് ചില കരാറുകാരും രാഷ്ട്രീയ നേതാക്കളും വലിയ രീതിയിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചതും പദ്ധതിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇത്തരത്തിൽ മമതാ ബാനർജി സർക്കാരിൻ്റെ കാലത്തുണ്ടായ തുടർച്ചയായ ഭരണപരമായ വീഴ്ചകളും അഴിമതികളും ഭക്ഷണ സുരക്ഷയെക്കുറിച്ചുള്ള പരാതികളുമാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണത്തിന് കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായ പുതിയൊരു ബദൽ സംവിധാനം കണ്ടെത്താൻ ഇപ്പോൾ അധികാരികളെ പ്രേരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ചുമതല ഇസ്കോൺ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് കൈമാറാനുള്ള പുതിയ സർക്കാരിൻ്റെ തീരുമാനം രാഷ്ട്രീയ ഭരണപരമായ തലങ്ങളിൽ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കം രാജ്യവിരുദ്ധ ശക്തികൾക്കോ തീവ്രവാദ ചിന്താഗതികൾക്കോ ഉള്ള തിരിച്ചടിയാകുമോ എന്ന ചോദ്യത്തെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് വിശകലനം ചെയ്യേണ്ടത്. ഭരണപരവും സുരക്ഷാപരവുമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ മുൻപ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വലിയ തോതിലുള്ള അഴിമതികളും ഫണ്ട് വകമാറ്റലുകളും തടയുവാൻ പുതിയ കേന്ദ്രീകൃത വിതരണ സംവിധാനത്തിലൂടെ സാധിക്കും. പ്രാദേശിക തലത്തിൽ ഭരണകക്ഷി നേതാക്കളുടെയോ ചില പ്രത്യേക ഗ്രൂപ്പുകളുടെയോ സ്വാധീനത്തിലായിരുന്ന കരാറുകൾ കൂടുതൽ സുതാര്യമായ ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ റേഷനും പണവും വകമാറ്റി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ തീവ്രവാദ ഗ്രൂപ്പുകൾക്കോ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാകുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നത് ഇത്തരം വിഘടനവാദ ശക്തികളുടെ അടിത്തറ ഇളക്കാൻ സഹായിക്കും. കൂടാതെ അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്കിടയിൽ പാവപ്പെട്ട കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിവരുന്ന തെറ്റായ ആശയ പ്രചാരണങ്ങൾക്കും റിക്രൂട്ട്മെൻറ്റുകൾക്കും ഈ പുതിയ മാറ്റം തടസ്സമുണ്ടാക്കുമെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. കുട്ടികൾക്ക് കൃത്യമായ പോഷകാഹാരവും മികച്ചൊരു സാമൂഹിക പശ്ചാത്തലവും സ്കൂളുകളിൽ ഉറപ്പാക്കപ്പെടുമ്പോൾ അവരെ ചൂഷണം ചെയ്യാനുള്ള ഇത്തരം ബാഹ്യശക്തികളുടെ ശ്രമങ്ങൾ പരാജയപ്പെടും. എല്ലാ വിഭാഗം കുട്ടികൾക്കും തുല്യമായി ലഭിക്കുന്ന ഗുണനിലവാരമുള്ള സേവനം സമൂഹത്തിൽ ഒരുമയും ഐക്യവും വളർത്താൻ കാരണമാകും. ഭരണരംഗത്തെ ശുദ്ധീകരണമായിട്ടാണ് ഭൂരിഭാഗം പേരും ഈ പദ്ധതിയെ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ വ്യക്തമാക്കിയതുപോലെ ഇതൊരു മികച്ച ഭരണപരമായ തീരുമാനമാണ്. ഇതിൽ ആരുടെയും മേൽ പ്രത്യേക ആത്മീയ ചിന്തകളോ ആചാരങ്ങളോ അടിച്ചേൽപ്പിക്കുന്നില്ല. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും ഫണ്ടിൻ്റെ സുതാര്യതയും ഉറപ്പാക്കുന്നതിലൂടെ നിയമവിരുദ്ധ മാഫിയകൾക്കും അഴിമതിക്കാർക്കും വൻ തിരിച്ചടി നൽകുവാൻ ഈ പുതിയ നയത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.